പരിചയപ്പെടുത്തി. അയ്യൂബ് എന്നാണ് പേര്, കൊടുവള്ളിയാണ് സ്വദേശം. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. 2018 നവംബർ 1 കേരള പിറവി ദിവസത്തിലാണ് എൻ്റെ ID മൈലേജ് സ്റ്റൈലിൽ രജിസ്റ്റർ ആവുന്നത്. നിങ്ങൾ ആരും രജിസ്റ്റർ ചെയ്ത പോലെയല്ല എൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞു കാണും ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്, അല്ലേ? എന്നാൽ എന്നെ സംബന്ധിച്ച് നേരെ അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഏകദേശം 6 മാസത്തോളം, 4 മാസത്തിന് മേലെ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളതോ ഞാനിങ്ങനെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെയാണ് എൻ്റെ ID രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പല ആളുകളും ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ നിങ്ങളെ കുട്ടികളെ പേരിൽ, ഉപ്പൻ്റെ ഉമ്മൻ്റെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെ പേരിലൊക്കെ ഒരുപക്ഷെ ID രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ID ആയിരുന്നു എൻ്റെത്. ഞാൻ 100% നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിനോട് വിരോധമുള്ള ഒരാളായിരുന്നു. കാരണം എൻ്റെ ബ്രദറിലോ ആയിട്ടുള്ള റമീസ് സാറാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായിരുന്ന കാരണം. അദ്ദേഹം ഇന്ന് RTC റാങ്കിലാണ്. അദ്ദേഹം അതിന് മുന്നേ ഇതിൻ്റെ പേരൻറ് കമ്പനിയിൽ ബിസിനസ് ചെയ്തിരുന്നു. അപ്പം 2011 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നിയമപ്രശ്നം ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളൊക്കെ ബാൻ ചെയ്തു. കേരളത്തിൽ പ്രവർത്തനാനുമതി നിഷേധിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാനിത് ചെയ്യണ്ടെന്ന് പറയുകയും അതിനുശേഷം ഇതിങ്ങനെ സംഭവിക്കുകയും ചെയ്ത സമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി MBA ബാംഗ്ലൂർ കൊണ്ടുപോയി ആക്കി. അങ്ങനെ ബാംഗ്ലൂർ MBA ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അവിടെ വേറൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല, പ്രൊഡക്റ്റാണ് പറയുന്നത്. ഹെയർ ഓയിൽ പേസ്റ്റൊക്കെ എന്നെ പരിചയപ്പെടുത്തി, ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്തതാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അങ്ങനെയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം വേറൊരാളെ ഏൽപ്പിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാനത് പറഞ്ഞിട്ടുണ്ടാവണം മുമ്പ് വന്ന സമയത്ത്. എനിവേ, പുതിയ ആളുകളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഒരുപാട് ആളുകൾ നിങ്ങൾ ക്ഷണിക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ അതിൻ്റെ ലീഡറാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. കാരണം നല്ല റിജക്റ്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ പക്ഷേ എന്നെ പോലെ ഇതിന് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് എനിക്ക് തരാൻ വേണ്ടി പ്രൊഡക്റ്റ് ഏൽപ്പിച്ച ആൾ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ റമീസ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, കുറച്ച് പ്രൊഡക്റ്റ് തരാനുണ്ടായിരുന്നു, നിങ്ങൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, നിങ്ങൾ കൊടുവള്ളിയിലുള്ള 1-2 കടകൾ പേര് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അവിടെ കൊടുത്താൽ മതി, ഞാനത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ നേരിട്ടൊന്ന് കാണണം. അപ്പോൾ തന്നെ എനിക്കൊരു ഒരു പന്തികേട് തോന്നി. ഈ പ്രൊഡക്റ്റ് തരാൻ വേണ്ടിയിട്ട് എന്നെ കാണേണ്ട ഒരു കാര്യമില്ല. കാരണം റമീസിന് ഞാൻ പൈസ അയച്ചു കൊടുത്തോളും, അത് പ്രയാസമുള്ള കേസല്ല. പിന്നെ പ്രൊഡക്റ്റ് എൻ്റെ കൈ കിട്ടിയാലും ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കൊടുത്താലും ഒരേപോലെ. അയാൾക്ക് സൗകര്യം കൊടുവള്ളി ടൗണിലുള്ള കടയിൽ കൊടുക്കാനാണ്, എന്നെ കണ്ട് തരുന്നതിനേക്കാൾ ഗുണം. പിന്നെ അദ്ദേഹം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായി. ഏതായാലും ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നും നാളെയും വീട്ടിലുണ്ടാവില്ല, മറ്റന്നാൾ വൈകിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. 2ാമത്തെ ദിവസം വൈകിട്ട്. അപ്പോൾ ഇദ്ദേഹം 2ാമത്തെ ദിവസം വൈകിട്ട് വിളിക്കാനും അദ്ദേഹത്തിന് വിട്ടുപോയി. തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നും വീട്ടിലില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എവിടെയുള്ള ആളാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ഷാഹിർ എന്നാണ്, ഞാൻ പൂനൂരാണ് സ്വദേശം എന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ അപ്ലൈൻ ലീഡറായിട്ടുള്ള NTC റാങ്കിലുള്ള ഷാഹിർ സാറായിരുന്നു അത്. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ നാട്ടിൽ പൂനൂരിൽ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്താൽ മതി, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ കാണൽ നിർബന്ധമൊന്നുമില്ല, പ്രൊഡക്റ്റ് തരാൻ വേണ്ടി മാത്രമല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അത്ര മൈൻഡ് ആക്കിയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ദിവസം ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ച്, ഉച്ചഭക്ഷണം കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുക. സ്വാഭാവികമായിട്ടും അന്ന് ഗൾഫാണ്, നാട്ടിൽ ലീവിന് വന്നതാണ്, ഭാര്യൻ്റെ പ്രസവമുണ്ട്, ഗൾഫിൽ സ്വന്തം ബിസിനസ്സാണ്, വരുമാനമൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുണ്ട്, ഫാമിലി അവിടെ സെറ്റിലായിരുന്നു. ഒരു 6 വർഷത്തോളം ഞങ്ങൾ കുടുംബമായിട്ട് ആണ് ഗൾഫിൽ, ബഹ്റൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്തേക്ക് 14 വർഷമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരെയും കൂടെ കൊണ്ടുപോയി, കുട്ടികളൊക്കെ അവിടെ സ്കൂളിൽ പോവുകയാണ്. അങ്ങനെ ഫാമിലി അവിടെ സെറ്റിലായ, സാമ്പത്തിക മോശമല്ലാത്ത നല്ലൊരു ലെവലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രസവത്തിന് നാട്ടിലേക്ക് വരുന്നതും. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഒരു ഉച്ചഭക്ഷണം കഴിച്ച് ഞാൻ ഫ്രീ ആയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നു. അതിൽ ഞാൻ 2 പേര് കാറിൽ നിന്ന് ഇറങ്ങുന്നു. ആദ്യത്തെ ആൾ എനിക്ക് കണ്ടുപരിചയമുണ്ട്, കാരണം മുമ്പ് ഇതിൻ്റെ പേരൻറ് കമ്പനിയിൽ എന്നോട് ബിസിനസ് അറിയാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ അന്നൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹമാണ്, കൂടെയുള്ള ആൾ എനിക്ക് പരിചയമില്ല. അപ്പോൾ കൂടെയുള്ള ആളാണ് ഈ ഷാഹിർ സാർ. അന്ന് എന്നെ പേരൻറ് കമ്പനിയിൽ ഷാഹിർ സാർ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ വിളിക്കാനൊക്കെ ഷാഹിർ സാറിനെ ഏൽപ്പിച്ചത്.
എനിവേ ഞാൻ വീട്ടിലുള്ള സമയം എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് റമീസ് സാർ അത് നോക്കി. ആ സമയത്ത് ഇവർ വന്നതാണ്. ഏതായാലും വീട്ടിലേക്ക് വന്ന ആളുകളെ നമ്മൾ മര്യാദയോടുകൂടി സ്വീകരിച്ചു, ഇരുത്തി, ഞങ്ങൾ വെള്ളമൊക്കെ കൊടുത്തു. സംസാരിച്ചിരിക്കുമ്പം വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹം മെല്ലെ ലാപ്പ് ഓപ്പൺ ചെയ്തു. ബിസിനസ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞാൻ അത് കേൾക്കാനും തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇദ്ദേഹം മാറ്റി തന്നു. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇത് 100% ലീഗൽ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. 2015 ഗസറ്റ് വിജ്ഞാപനം വന്നതും കേരള ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നതും ഇതിന് മോണിറ്ററിംഗ് മെക്കാനിസം വന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കാണിച്ചു തന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രോഡക്റ്റ്, ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ്. ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ആയുർവേദത്തിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ, ചേരുവകളൊക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഏതായാലും അതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ഞാൻ നോട്ട് ചെയ്തു. അത് വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ അമ്മക്ക് അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് രാവിലെ തുമ്മൽ അലർജി ആയിരുന്നു. കുറെ ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ട്, മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിലുള്ള കവചപ്രാശം ഉപയോഗിച്ച സമയത്ത് അതിന് പൂർണ്ണമായിട്ടും മാറി എന്ന് പറഞ്ഞു. അപ്പൊ സെയിം സംഭവം എൻ്റെ വീട്ടിലുണ്ട്. ഉമ്മക്ക് ഈ പ്രയാസമുണ്ട്. ഏകദേശം 25 വർഷത്തോളമായിട്ട് ഞങ്ങൾ പല രീതിയിലുള്ള ചികിത്സ നടത്തിയിട്ടുണ്ട്, അതിനൊന്നും മാറ്റില്ല. അതുകൂടാതെ മൈഗ്രെയിൻ ഉണ്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ട്. ഏതായാലും ഞാൻ കുറച്ച് ഉൽപ്പന്നം റമീസിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അവനെന്തെങ്കിലും കിട്ടിക്കോട്ടെ, പ്രൊഡക്റ്റൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കേണ്ട കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾ തന്നെ ലിസ്റ്റ് ചെയ്തോളൂ. ഞാൻ എത്രയൊക്കെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ ID 3 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ പർച്ചേസ് ഒന്നും നടത്തിയിട്ടില്ല. ഇനി വൈഫിൻ്റെ ID കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഓരോ IDക്ക് 5000 വീതം, സാറിന് 3 ID, വൈഫിന് 3 ID, 6×5 30,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുത്താൽ അത്യാവശ്യം പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. സാറിന് ഈ 6 IDകളും ആക്ടിവേഷൻ ആവുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ 30,000 രൂപ എടുത്തു കൊടുത്തു. അവർ അപ്പം തന്നെ എനിക്ക് വേണ്ട കുറച്ച് ലിസ്റ്റുകൾ. അപ്പം അതിൽ ഞാൻ പറഞ്ഞു, ഈ അലർജിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കവചപ്രാശം, അതൊന്ന് നിർബന്ധമായിട്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചു. 95 വെച്ചു. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ വെക്കുള്ളൂ. പിന്നെ കുറച്ച് പേസ്റ്റും ഹെയർ ഓയിലും സാധനങ്ങളൊക്കെ വെച്ചു. അവർ 2-ാം ദിവസം തന്നെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഞാൻ അപ്പം തന്നെ കവചപ്രാശം എടുത്ത് ഉമ്മക്ക് കൊടുത്തു. ബാക്കിയൊക്കെ കട്ടിലടിയിലേക്ക് മാറ്റി വെച്ചു. അവിടെ നിന്ന് കട്ടിൽ വെച്ചു. അങ്ങനെ ഈ കവചപ്രാശം ഉമ്മ കഴിക്കാൻ തുടങ്ങി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ അലർജിക്ക് നല്ല മാറ്റമുണ്ട്. മുമ്പ് ഏത് മരുന്ന് കഴിച്ചതിനേക്കാളും എനിക്കിതൊന്ന് നല്ല പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാശ്വാസം തോന്നി. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അലർജി മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ലേഹ്യം? അപ്പോൾ എന്നോട് പറഞ്ഞു, ലേഹ്യം തീർന്നു. അപ്പോൾ ഞാൻ 2 ലേഹ്യം കൂടി പിന്നെ അവരിൽ തന്നെ ഓർഡർ ചെയ്തു. അവർ 2 ലേഹ്യം കൊണ്ടുവന്നു. അതിലൊന്നും കൂടെ കഴിച്ചു. പിന്നെ ഇന്ന് വരെ അലർജി പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അതോടൊപ്പം ഉമ്മൻ്റെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ. അസഹ്യമായുള്ള വേദന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു അത്. അതിനും നമ്മുടെ ബിലോ 37 അതേപോലെ ചാമ്പിത്തൈലം, 5 സ്ട്രെസ് ഒക്കെ പോലത്തെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു. അതും പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ എനിക്കൊരു ഷോക്കിംഗ് ആയി തോന്നി. അപ്പോഴേക്ക് പെങ്ങന്മാരൊക്കെ വിളിച്ച് അവർ വീട്ടിൽ വന്ന സമയത്ത് ഹെയർ ഓയിലും പേസ്റ്റും ഒക്കെ കൊണ്ടുവരുന്നു. അതിന് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഞാൻ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്കും നല്ലൊരു ഫ്രഷ്നെസ് തോന്നി. പിന്നെ ഉപ്പക്ക് ഞാൻ യൂറിഫ്ലഷും 95 കൊടുത്തു. യൂറിക് ആസിഡിന് അതിന് റിസൾട്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഉൽപ്പന്നത്തിലും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം തീരുമാനിച്ചു. ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് ഇത് പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ 1-2 ട്രെയിനിങ്ങിനൊക്കെ ഇവരോട് പറഞ്ഞ സമയത്ത് പിന്നെ ഇവർ പുറകെ കൂടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യും, ഫോളോ അപ്പ് എന്നാണ് നമ്മൾ പറയാം. മറ്റുള്ളവർ എന്ത് പറയും? പുറകെ കൂടി, അല്ലേ? ഇങ്ങനെ ഇതേപോലെ പുറകെ കൂടാൻ തുടങ്ങി. അവർ നല്ല ഫോളോ അപ്പ്. ഓക്കെ, ഒരു GTS പങ്കെടുത്തു. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, പിന്നെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ വരാമെന്ന് പറയും, ഞാൻ പോകില്ല. ഞാൻ വിളിക്കുന്ന സമയത്ത് ഓക്കെ റെഡി എന്ന് പറയും. കാരണം എന്താ, ആ ഫോൺ കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓക്കെ റെഡി എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ആ ഡേറ്റ് എത്തുന്ന സമയത്തും ഞാൻ ഒരിക്കലും പോകാറില്ല. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇങ്ങനെ കുറേ ആളുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പം ഇവിടെ 1-2 GTS പങ്കെടുത്തു. പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യമൊക്കെ വരും, ഫസ്റ്റ് വിളിക്കുന്നപ്പോൾ ഓക്കെ വരും എന്ന് പറയും. ആ ഡേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. 1-2 ട്രെയിനിങ് ഒക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, നല്ല ഒഴിവായി. ഞാൻ പോകാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിവാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള സമയമാണ്. പഠിക്കണം ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഗൾഫിൽ നിന്ന് അത്യാവശ്യം വരുമാനം വരുന്നു. അപ്പോൾ അങ്ങനെ ഈ ട്രെയിനിങ്, ഒരു മുബീൻ സാറിൻ്റെ ട്രെയിനിങ് കോഴിക്കോട് വരുന്നുണ്ട്. എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ ട്രെയിനിങ് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ക്ഷണിച്ചത്.
അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് ക്ഷണിക്കുന്നത്. ഒരു ടിക്കറ്റ് സാറിന് വേണ്ടി മാറ്റി വെക്കും. ടിക്കറ്റൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ ആളെടുത്ത് ഈ മുബീൻ മുഹമ്മദ് അതിനെക്കുറിച്ച് കുറേ അയാളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ തുടക്കക്കാർ വിചാരിക്കുന്നത് ഒരു വ്യക്തിനെ എങ്ങനെ ഓവർ പൊങ്ങി വെച്ച് പറഞ്ഞ് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാനത് എടുത്തു. ഓക്കെ, ഞാൻ നിർബന്ധമായിട്ട് വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. ഞാൻ ആ മൈൻഡിൽ നിന്ന് വിട്ടു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ എനിക്കറിയാം ഇവർ വിളിക്കും, അപ്പോൾ ഫോൺ എടുക്കാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ എന്നെ വിളിച്ചു പറഞ്ഞു. ബിജു സാറാണ് ആദ്യം വിളിച്ചതെന്ന് തോന്നുന്നുണ്ട്. സാർ നമുക്ക് നാളെയാണ് നമ്മൾ ട്രെയിനിങ് ദിവസം, സാറ് നേരത്തെ എത്തണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു പെട്ടല്ലോ, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയണം. ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് സാർ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഒഴിവാൻ എന്ത് മാർഗം ഉണ്ടെന്ന് നോക്കിയ സമയത്താണ് എൻ്റെ ഒരു ബന്ധു, ഒരു കസിൻ ബ്രദർ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നു. ഞാനാണ് കൊണ്ടുപോയാക്കിയത്, ഒരു സർജറിയാണ്. അപ്പോൾ അവൻ ഡിസ്ചാർജ് ചെയ്യേണ്ട പിറ്റേ ദിവസം. പക്ഷെ കൊണ്ടുവരുന്നത് ഞാനല്ല, വേറെ ആൾ പോകും, അവൻ്റെ വേറൊരു ബന്ധു പോകും. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യും, ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു നാളെ അല്ലേ നിൻ്റെ ഡിസ്ചാർജ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. അങ്ങനെ പിറ്റേന്ന് ഞാൻ ഈ കാരണം പറഞ്ഞ് ഒഴിയാൻ നോക്കി. പക്ഷെ അവരെന്നോട് പറഞ്ഞു, സാർ നിർബന്ധമായിട്ടും വരണം, നിങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ഞങ്ങൾ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ട്രെയിനിങ് സാർ എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടതുണ്ട്. അങ്ങനെയാണ് സാർ, ഉച്ച വരെ നിൽക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഉച്ച വരെ നിൽക്കാമെന്ന് ഞാൻ ഏറ്റത് പോലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ച വരെ പോയിട്ട് ഞാൻ ഇവിടുന്ന് പോകാനേ പോകുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ, അന്ന് റമീസ് എൻ്റെ അളിയന് ബാംഗ്ലൂർ കമ്പനിയിൽ ജോലി ചെയ്യാണ്, ലീവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരാറൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റ സമയത്ത് ഒരു 7 മണിയായപ്പോൾ ഇപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ ചോദിച്ചു എന്തേ പോകുന്നത്? ഇന്ന് നമ്മൾ ട്രെയിനിങ് അല്ലേ, നമുക്ക് ഒന്നിച്ച് പോകാൻ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് കുളിയും ഫ്രഷപ്പൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഞാൻ പോകേണ്ടി വന്നു. അങ്ങനെ പോയ സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ഇന്നത്തെ റോയൽ ഡയമണ്ട് മുബീൻ മുഹമ്മദ് സാറിൻ്റെ ഒരു സെഷൻ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫിൽ സ്വപ്നം കണ്ടിട്ടുണ്ടോ, ഇതൊക്കെ ഇദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതും ഒരു സാധാരണ വ്യക്തി, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് അച്ചീവ് ചെയ്തു, അതും ഈ മൈ ലൈഫിൽ കൂടെ മാത്രം. ആ സമയത്തേക്ക് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 5 വർഷമായിട്ടേ ഉള്ളൂ, 5 or 6 ആയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ പ്രീവിയസ്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു തന്നു. അതൊക്കെ വിത്ത് എവിഡൻസ് അദ്ദേഹം കാണിച്ചു, സ്റ്റേറ്റ്മെന്റ് എവിഡൻസ് കാണിച്ചു, കണ്ടിന്യൂസ് 2/10 വാങ്ങിക്കുന്നത് കാണിച്ചു, ഇതിന്റെ സാധ്യതകൾ പറഞ്ഞു തന്നു, ഒരുപാട് കാര്യങ്ങൾ. എനിക്കത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, എൻ്റെ മൈൻഡിലേക്ക് കയറി. ഇതൊക്കെ കേട്ട ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എന്ന് പറഞ്ഞ സമയത്ത് സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, മണിച്ചേൻ എന്നുള്ള രീതിയിൽ എന്നെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഞാൻ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ട്രെയിനിങ് കേട്ട് വന്ന് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം ട്രെയിനിങ് കേട്ട് എക്സ്ട്രാ എനർജിയിൽ നിൽക്കുക, ഞാനിത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള ചിന്ത നമുക്കുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ ബിസിനസ് പറയാൻ പോകുന്ന ആള് ഇത് കേട്ടിട്ട് ചിന്തിക്കുന്നത്രേ ഉള്ളൂ, ഓ മണിച്ചേൻ പരിപാടി, ഇവനും ഇതിൽ കുടിക്കും, ഇത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഇവർ ഈ ട്രെയിനിങ് ഒന്നും കിട്ടില്ല, നമ്മൾ മാത്രമേ കേട്ടുള്ളൂ. അത് എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് അറിവില്ല, കഴിവില്ല. പുതിയ ആളുകൾ നല്ല മോട്ടിവേഷൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് ഇവർ 5-8 പേരുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരിൽ എല്ലാ ആളുകളും, 1-2 ആളുകൾക്ക് മണി ചെയിനിൽ കൂടി പൈസ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ആ സമയത്ത് അവരെന്നോട് പറയുന്നത്, എന്നോട് പറഞ്ഞു ഞങ്ങളാരും നിന്റെ കൂടെ ചേരുന്നുമില്ല, നീ ഈ ബിസിനസ് ചെയ്യുകയും വേണ്ട, കാരണം അത് ആളുകളുടെ മാനം പോകുന്നൊരു പരിപാടിയാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം അന്നത്തെ ട്രെയിനിങ്ങിന് ഏകദേശം ഒരു 500 ആളെ മേലെ വന്നിട്ടുണ്ട്, നല്ല ആളുകളുണ്ട്. ആ ഹാള് അത്രയും കപ്പാസിറ്റി ഉള്ളൂ, അത് ഫുൾ ക്രൗഡായിട്ട് നിൽക്കുന്ന ഒരു ഹാളായിരുന്നു. അപ്പൊ ഇത്രയും പൊട്ടന്മാരുണ്ടാവുമോ? ഏയ്. അപ്പൊ ഇവരൊക്കെ പിന്നെ എങ്ങനെ വന്നു? പിന്നെ ആ സംസാരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, ഇതിന് നഷ്ടസാധ്യത ഇല്ല എന്ന് പറയുന്നുണ്ട്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇതിങ്ങനെ കാണുന്നു പറഞ്ഞപ്പം ഇത് കുറെ സത്യം തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അപ്ലൈ ലീഡേഴ്സിനെ വിളിച്ചു. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ അവരിത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ അവരെന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാനിത് പറഞ്ഞിട്ടും നമ്മൾ ഒഴിവാവാതിരിക്കുന്ന സമയത്ത് അവരെന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാനിത് വീണ്ടും സീരിയസ് ആയിട്ട് ഏറ്റെടുത്തെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ നാട്ടിലും അയൽവക്കത്തൊന്നും ബിസിനസ് പറയാതെ, സുഹൃത്തുക്കളൊന്നും പറയാതെ പുറത്ത് പോയിട്ട് മെല്ലെ ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർ രാവിലെ ഞാൻ പോകുന്ന സമയത്ത്, അന്നും കാറിൽ തന്നെയാണ്, കാരണം ഗൾഫിൽ നിന്ന് വരുമാനം ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കാറിൽ പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും കടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും, അവർ ചോദിക്കും ഡോക്ടർ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ കഫ്നിനെ കുറിച്ചിട്ടും ബിലോ 37 കുറിച്ചിട്ടും അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ്, ലിവഗെയിൻ ഒക്കെ. അപ്പോൾ അവർ മനസ്സിലാക്കുന്നതൊക്കെ മരുന്നാണ്, ഇതൊക്കെ വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം, ഡോക്ടറാവണം. അപ്പം ഞാനൊരു മുറിവൈദ്യനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കളിയാക്കലുകൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും.
കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, കേട്ടോളൂ, ഒരു സംശയവുമില്ല. കാരണം ഇവരൊന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ നമ്മളെ കൂടെ നിന്നിരാനൊന്നും ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല. ചില ആളുകൾക്ക് കളിയാക്കുന്ന ഒരു രസമാണ്. ഓക്കെ, ചില ആളുകൾ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കളിയാക്കുന്ന ആളുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുണ്ടാവും. അവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവരോട് ഗ്ലാസ് കത്തിയിട്ട് എന്നോട് ഡോക്ടർ ഇന്ന് എങ്ങോട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയും ഡോക്ടർ ഇന്ന് കോഴിക്കോട്ടേക്കാണെന്ന് പറയും, അല്ലെങ്കിൽ ഡോക്ടർ ഇന്ന് താമരശ്ശേരിയിലേക്കാണ്. ഇങ്ങനെ പോകുന്ന സ്ഥലം കൃത്യമായിട്ട് ഞാൻ തന്നെ ഡോക്ടർ ചേർത്ത് അങ്ങോട്ട് പറയാൻ തുടങ്ങി. പല പ്രാവശ്യം ഇവർ പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി എനിക്കിതൊന്നും ഏൽക്കുന്നില്ല, ആ കളിയാക്കലൊന്നും ഇവന് ഒരു ചുക്കുമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ആ കേസ് അവർ വിട്ടു. മുറിവൈദ്യം എന്നൊക്കെ പല ആളുകളും പറയാൻ തുടങ്ങി. അതൊന്നും വലിയ പ്രയാസമുള്ള കേസല്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിത് അനുഭവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, വെയിലത്ത് പാടാനും പോകുന്നില്ല. പക്ഷെ വീട്ടിൽ നല്ല സപ്പോർട്ടായി, ഉമ്മൻ്റെ സപ്പോർട്ട്, ഉപ്പൻ്റെ സപ്പോർട്ട്. കാരണം ഇവരൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളാണ്. വൈഫിന് ഒരു അർദ്ധസമ്മതം, കാരണം ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് നല്ല സാമ്പത്തിക മെച്ചമുണ്ടായിരുന്നു, അവിടെ ലൈഫ് സ്റ്റൈൽ നല്ല സുഖമാണ്, അങ്ങനെയുള്ളതാണ്. പക്ഷേ ഇവിടെ നിർത്തി ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിലുള്ള പ്രയാസം പറഞ്ഞു. ഇതെല്ലാം കൂടി ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് ക്ലച്ച് ആവുന്നുമില്ല, വിചാരിച്ച രീതിയിൽ പറഞ്ഞ ആളുകളൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. പിന്നെ ഒന്നും നോക്കാനില്ല, കാരണം അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പ്രയാസങ്ങളുണ്ടായി. അതേപോലെ ട്രാവലിംഗ് ആൻഡ് ടൂറിസം പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഷോപ്പായിരുന്നു, കട ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം പ്രശ്നങ്ങളായി, ഒക്കെ സെറ്ററായി, വരുമാനം ഇല്ലാതായി. ആ സമയത്ത് മൈ ലൈഫിനെ ഞാനൊന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. കവചപ്രാശൊക്കെ നന്നായിട്ട് കൊടുത്തു. ഗൾഫിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളും ഞാൻ അറിയുന്ന ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ക്വാറന്റൈനിൽ നിൽക്കുന്ന സമയത്ത് ആശ്വാസം ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് മുന്നേ ആശ്വാസം ഇറങ്ങിയത്. ആശ്വാസം കൊടുത്ത ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും നല്ല റിസൾട്ടായി. കാരണം ക്വാറന്റൈനിൽ കിടന്നിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ തൊണ്ടവേദനയൊക്കെ വന്ന ആളുകൾക്ക് ഞാൻ ആശ്വാസം എത്തിച്ചു കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് പെട്ടെന്ന് റിലീസായി. ഈ തൊണ്ടവേദന ഇൻഫെക്ഷൻ നമ്മൾ തുടക്കത്തിൽ ആ കോവിഡിന്റെ ഫസ്റ്റ് വേവ് എഫക്ട് ചെയ്തത് ലങ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ ആളുകൾ ഭയങ്കര പേടിയാണത്, എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ, മൊത്തം ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കവചപ്രാശവും ബിലോ 37 അതേപോലെ നമ്മുടെ ആശ്വാസം അടക്കമുള്ള കഫ്നിലൊക്കെ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി. അവരിൽ കൂടെ റെഫറൻസ് കിട്ടാൻ തുടങ്ങി. കൊടുത്ത ആളുകൾ ക്വാറന്റൈനിലൊക്കെ നിൽക്കുന്ന ആളുകൾ തന്നെ വേറൊരു ആളോട് പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടി. അങ്ങനെ ഞാൻ ഇതൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഇതിങ്ങനെ അത്യാവശ്യം റീറ്റെയിൽ ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പോഴേക്ക് ഞാനൊരു 3 ലക്ഷം രൂപേൻ്റെ പ്രോഡക്റ്റ്, 2,70,000 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കോവിഡ് സമയത്ത്. ഓക്കെ, ഒന്ന് സീരിയസ് ആവാൻ തീരുമാനിച്ചു. കാരണം പ്രൊഡക്റ്റ് കയ്യിലെങ്കിൽ സീരിയസ് ആവും. എന്നെ സംബന്ധിച്ച് അന്ന് 30,000 എനിക്ക് വലിയൊരു വരുമാനമായി തോന്നി, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി തോന്നിയില്ല. അപ്പോൾ ഞാനൊന്ന് സീരിയസ് ആകാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാണ്. അങ്ങനെ 2,70,000 ഒന്നിച്ച് പർച്ചേസ് ചെയ്തു. ഇത് നന്നായിട്ട് കൊടുക്കാൻ തുടങ്ങി. കവചപ്രാശമൊക്കെ ഇഷ്ടംപോലെ ആവശ്യം വന്നു തുടങ്ങി. ഞാൻ ലൈനിൽ പോകുന്ന സമയത്ത്, ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് പോകുന്ന സമയത്ത് പടനിലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആൾക്കാർക്ക് അറിയുന്ന അറിയില്ല, കൊടുവള്ളിൻ്റെയും താമരശ്ശേരിൻ്റെ ഇടയിലാണ്. അപ്പോൾ അവിടെ അന്ന് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഈ കോവിഡിന് വെറുതെ ആളുകൾ പോകുന്നതിനെ കുറിച്ചിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഈ സത്യവാങ്മൂലമൊക്കെ എഴുതിയിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീൻ്റെ ആളുകൾ പ്രത്യേകം അനുമതി ഉണ്ടെങ്കിലൊക്കെ വിടും. അപ്പോൾ നമ്മൾ എൻ്റെ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയം. ഞാൻ കാർഡ് കഴുത്തിലിട്ട് ഒരു സത്യവാങ്മൂലമൊക്കെ എഴുതിയിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ പോലീസുകാരനോട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, സർ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഇത് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആയുഷിൻ്റെ അംഗീകാരമുള്ള ചവനപ്രാശം, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് വരുന്ന ആളുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഏരിയയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഭയങ്കര കാര്യമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ലൈൻ ചെക്കിംഗ് ഒക്കെ ഉള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പറ്റുന്നുണ്ടെങ്കിൽ സാർ ഇതൊന്ന് വാങ്ങിച്ച് കഴിച്ചോളൂ, എനിക്ക് MRP ഒന്നും തരണ്ട, ലാഭമൊന്നും വേണ്ട, എനിക്ക് വാങ്ങുന്ന റേറ്റിന് സാറ് തരാൻ പറ്റുന്നുണ്ട്. ഞാൻ അന്ന് DP റേറ്റ്, അന്ന് 800 രൂപയാണ് കവചപ്രാശത്തിൻ്റെ വില, 799. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 കവചപ്രാശം അവർക്ക് കൊടുത്തു. അവരെൻ്റെ ക്യാഷ് എനിക്ക് തന്നു, എൻ്റെ നമ്പർ വാങ്ങി വെച്ചു. അങ്ങനെ ഇവർ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 5 കവചപ്രാശം കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ആ സമയം ഒരു 5 കവചപ്രാശം കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കൊടുത്തു. അങ്ങനെ 7 കവചപ്രാശം സ്റ്റേഷനിൽ കൊടുത്തു. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻറ്റ് കൂടി, കാരണം പ്രോഡക്റ്റ് നല്ലതാണ്, ഉപയോഗിച്ച ആളുകൾക്ക് വന്ന് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരായുള്ള പൊട്ടന്മാർ, അവർക്കിത് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അവരെ ഞാൻ കേട്ട് വാക്ക് കേട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതിനിടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് എന്നാലും പോകും, സുഹൃത്ത് ബന്ധമാണല്ലോ. ഞങ്ങൾ റിസോർട്ട് ഉണ്ട് ഒന്നിച്ചുള്ള, ഞങ്ങൾ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ 1-2 ബിസിനസ്സുകൾ വേറെ ഉണ്ട്, ഗൾഫിലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവർ ആ കളിയാക്കലൊന്നും നിർത്തിയില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ ആഴ്ച വരുമാനം 2,10,000 എന്ന് പറഞ്ഞൊരു വരുമാനമുണ്ട്. ഞാൻ ഈ ബിസിനസ് നിർത്തുകയാണെങ്കിൽ ഞാൻ ആ വരുമാനം വാങ്ങിച്ചിട്ടേ നിർത്തും, അത് കണ്ടിട്ടേ ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കാണാൻ നടന്നു. അതൊക്കെ ഇതിനേക്കാളും വലിയ തള്ളുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ന് കിട്ടാൻ പോണ പൈസയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പല മോട്ടിവേഷനും കേട്ട് പലരും കൊണ്ട് പൈസ ഇട്ടിട്ട് നഷ്ടപ്പെട്ട ആളുകളാണ്. അവരതും ഇതൊക്കെ ഒന്ന് ഒരുപോലെ കാണുന്നത്. അതുകൊണ്ട് ഈ 2.10 ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നും ഇനി എന്തായാലും എനിക്കത് കിട്ടുകയില്ല, നീ വെറുതെ സമയം കളയണ്ടെന്നുള്ള രീതിയിലാണ് അവരെ സംസാരം. ഞാൻ പറഞ്ഞു അത് വാങ്ങിയിട്ടേ നിർത്തുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് വന്നു തുടങ്ങി. ഞാൻ ആ സമയത്ത് ഒരു നാട്ടിൽ ഇടയ്ക്ക് വരുന്നതായത് കൊണ്ട് ചെറിയൊരു കാറാണ് ഉപയോഗിക്കുന്നത്, വാഗണർ കാറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു ബലേനോ, ഒരു പുതിയ കാർ ഇറക്കി, ഒരു 8 ലക്ഷത്തിന് മേലെ വില വരുന്നത്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് യാതൊരു ടെൻഷനോ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരൊക്കെ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും പ്രഷറൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ വളരെ റിലാക്സ്ഡാണ്, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ അവർ, ഞാനത് പറയാനും തുടങ്ങി, ഇവരിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഏകദേശം മാറി. അപ്പോൾ അവർ പ്രൊഡക്റ്റൊക്കെ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി, പേസ്റ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പിന്നെ കവചപ്രാശം അതേപോലെ അങ്ങനത്തെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഐഡിയ അടിക്കാനൊന്നും അന്നും തയ്യാറായില്ല, പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങിക്കും. അങ്ങനെ അവർ തോൽവി സമ്മതിക്കാൻ അവർക്ക് പ്രയാസം. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ കഴിഞ്ഞ 584-ാമത്തെ വീക്കിൽ, ഞാൻ ഷോർട്ടായിട്ട് പറയാം, എൻ്റെ ആഴ്ച വരുമാനം 2,10,000 എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് എൻ്റെ സീലിംഗ് എമൗണ്ട് നടന്നു. സീലിംഗ് നടന്നു പറയുമ്പോൾ എനിക്ക് അതിൽ നഷ്ടമാണ് പറ്റിയത്. ഞാൻ ഈ ബിസിനസ്സിൻ്റെ പ്ലാൻ ബിജു സാർ പറഞ്ഞ സമയത്ത് 2.10 കിട്ടുമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ ഒരൊറ്റ കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓക്കെ, പ്രൊഡക്റ്റ് നല്ലതാണ്, കമ്പനി മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഓക്കെയാണ്, ലീഗലാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ആഴ്ചയിൽ 2.10 കിട്ടുമെന്ന് പറഞ്ഞപ്പം അതെനിക്ക് ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസം ഉണ്ടായി. എന്താ കാരണം എന്നറിയോ? നമ്മളെ കുഗ്രാമം, എൻ്റെ ഈ ഗ്രാമത്തിൽ ഒരു 10-100 ഇസ്ലാം വീടുകളുണ്ട്. ഞാൻ ആ സമയത്ത് ചിന്തിച്ച കാര്യത്തിലേ ഉള്ളൂ, ഇദ്ദേഹം പറഞ്ഞ ആഴ്ചയിൽ 2.10 പോട്ടെ, ആഴ്ചയുടെ കാര്യം വിടും, ഒരു മാസത്തിൽ 2.10 കിട്ടുന്ന ആരെങ്കിലും എൻ്റെ അയൽവക്കത്തുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒരു കുട്ടി പോലും ഇല്ല. കാരണം ഞാനന്ന് ക്ലബിൽ മെമ്പറാണ്, പല രീതിയിലുള്ള സംഘടനയിലും പാർട്ടിയിലൊക്കെ ചെറിയ രീതിയിൽ അത്യാവശ്യം നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. നാട്ടിൽ അത്യാവശ്യം കാര്യങ്ങളും ഏകദേശം ആളുകളെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ചിന്തിച്ച കാര്യം, ഒരു മാസത്തിൽ 2.10 കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഒരു കുട്ടി പോലും ഇല്ല. ഇനി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറയാതെ വാങ്ങിക്കണോന്ന് അറിയില്ല. എന്തായാലും അത് സ്ഥിരമായിട്ട് വരുന്ന വാങ്ങിക്കുന്ന ഒരാളും 2 ലക്ഷം ഒരു മാസം കിട്ടുന്ന ഒരാളും എൻ്റെ നാട്ടിലില്ല. എൻജിനീയർ ഉണ്ട്, വക്കീലുണ്ട്, ഡോക്ടർ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും എന്നെ സംബന്ധിച്ചോളം അന്ന് 2 ലക്ഷത്തിന് മേലെ എന്തായാലും ഇല്ല, താഴെയുള്ളൂ. 1 ലക്ഷം അല്ലെങ്കിൽ ചെറിയ ആ ലെവലുണ്ടാവും, അത്ര അതിനെ മേലോട്ട് എന്തായാലും ഇല്ല. അദ്ദേഹം പറഞ്ഞ ആഴ്ചയിൽ 2.10, അതും എനിക്ക് മാത്രമാണോ? അല്ല, എന്നെപ്പോലെ ജോയിൻ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും വേണമെങ്കിൽ ഇത് കൊടുക്കുന്ന പറഞ്ഞത്, എവിടെ നിന്ന് കൊടുക്കാൻ? അവിടെ ഒരു പ്രയാസം ഉണ്ടായി. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു, 2.10 അങ്ങോട്ട് മാറ്റിച്ച് 10,000 ആഴ്ചയിൽ, അപ്പം മാസത്തിൽ 40,000 രൂപ ഉണ്ടാവും. ഒരു കുടുംബം കഴിഞ്ഞ് പോകാൻ അത്യാവശ്യം അത് മതി. ഓക്കെ, കുറച്ച് ആർഭാടം അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല വരുമാനമാണ് അത്. ഓക്കെ, അത് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ആഞ്ഞു പിടിച്ചു. അത് 584-ാമത്തെ വീക്കിൽ എനിക്ക് സെയിൽസ് ക്ലോസ് ആയ സമയത്ത് 1,80,000 മേലെ ബിസിനസ് വോളിയം വാഷ് ഔട്ടാണ്. ഒന്ന് അറിയിച്ചു നോക്കൂ. ഇത് വിശ്വസിക്കാതിരുന്ന എൻ്റെ ഏകദേശം 24,000 മേലെ രൂപ എനിക്ക് നഷ്ടമാണെന്ന്. 2.10 കിട്ടിയാൽ പോരാ, ആഴ്ച 2.34 സംതിങ് കിട്ടണം, ഏകദേശം 2,35,000 കിട്ടണം. പക്ഷേ കമ്പനിക്ക് ഇന്ന് 2.10 മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. കാരണം ആ സീലിംഗ് പ്ലാൻ ചെയ്തത് 3rd വീക്ക് ആയിരുന്നു. പക്ഷേ 3rd വീക്ക് അന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞു. 3rd വീക്ക് തന്നെ പെർഫെക്റ്റ് ആണ്. പക്ഷേ വേറൊരു സീലിങ്ങിനോട് എൻ്റെ ടീമിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4th വീക്കിലേക്ക് മാറ്റി. 4th വീക്കിലേക്ക് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെറും 2 ആഴ്ചത്തെ സെയിൽസ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് 4th വീക്കിലേക്ക് ബിസിനസ് പിടിച്ച സമയത്ത് പെർഫോമൻസ് കുറച്ച് പേർക്ക് കുറവുണ്ടായിരുന്നു. അതും കൂടെ സെയിൽസ് കയറ്റുമ്പോഴേക്ക് ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് ബിസിനസ് വോളിയം വാഷ് ഔട്ട്. അപ്പം ആ ലെവലിലേക്ക് ഈ ബിസിനസ് മാറി. ഇന്നും ആ പ്രൊഡക്റ്റ് എടുത്ത ആളുകൾ മുഴുവനും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുള്ളതാണ്. അത് നമ്മൾ കൂടെ നിന്ന് കൊടുത്തു. നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഒരാൾ നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തികളുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് മാറുക. വേറെ നിങ്ങൾ വലിയ ലീഡർ ആവണമെന്നില്ല. നിങ്ങളൊരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കാനും ഉപദേശം കൊടുക്കാനും നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കാനും ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളാണ് ഏറ്റവും നല്ല ലീഡർ. വേറെ ലീഡർ ക്വാളിറ്റി ഒന്നും വേറെ ആവശ്യമില്ല. ഒരുപാട് ട്രെയിനിങ്ങും ഒരുപാട് കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല. അത്യാവശ്യത്തിനൊക്കെ മതി, ബാക്കിയൊക്കെ എല്ലാവരും നിന്നും കിട്ടും.
അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ചേർന്ന് നിർത്താൻ പറ്റുക, ഇതാണ് ഒരു ലീഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ട്രെയിനിങ് എടുക്കുന്ന ലീഡേഴ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് സ്നേഹം കൊടുത്ത് നിർത്തുന്ന ലീഡേഴ്സിന് അതിനേക്കാൾ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു മാൻ മാനേജ്മെന്റ് ബിസിനസ്സാണ്. ആളുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷെയർ ചെയ്യാൻ ആളുകളില്ല. ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 4-5 ആളുണ്ടെങ്കിൽ ഈ ആളുകൾ മുഴുവനും മൊബൈൽ ഫോണില്ല. ഒരു വെയിറ്റിംഗ് ഏരിയയിൽ എവിടെ ആവട്ടെ, ഇപ്പം ബസ് സ്റ്റാൻഡ് ആവട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, ഹോസ്പിറ്റലാവട്ടെ, പരസ്പരം പരിചയപ്പെടാൻ പോലും ആളുകൾക്ക് സമയമില്ല, താല്പര്യമില്ല. മൊബൈലില്ല. അറിയുന്ന ഒരാൾ ഇപ്പുറത്ത് വന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ഇവർ കണ്ടോളണമെന്ന് പോലുമില്ല. വീട്ടിൽ ഉപ്പാണെങ്കിൽ മക്കളൊരു സംസാരിക്കാനുള്ള ഗ്യാപ്പ് അവർക്ക് കിട്ടുന്നില്ല. എന്നെ പോലും, ഞാൻ എൻ്റെ വീട്ടിൽ രാത്രി അധികം എത്താറുള്ളത് രാവിലെ ഒരു 8:30-9 മണിയാകുമ്പോഴേക്കും ഞാൻ ഇറങ്ങും, മാക്സിമം 9:30. അതിനിടയ്ക്ക് ഇതേപോലെ ഒന്നെങ്കിൽ മോർണിംഗ് മീറ്റ്, അല്ലെങ്കിൽ വേറെ ട്രെയിനിങ്, അല്ലെങ്കിൽ കോളുകൾ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് ഞാൻ ബിസി ആവും. എൻ്റെ വീട്ടുകാരെ കൃത്യമായിട്ട് കേൾക്കാനും അവരോട് സംസാരിക്കാനും ഒരു പക്ഷേ എനിക്ക് പോലും രാവിലെ സമയം തീരെ കിട്ടാറില്ല. രാത്രി ഞാൻ സമയം ഉണ്ടാക്കും. രാത്രി വന്നിട്ട് ഞാൻ ഫോൺ സൈലന്റ് മോഡിലാക്കി വെക്കും. എന്നിട്ട് ഒരു 8 മണിക്കോ 9 മണിക്കോ നേരത്തെ വർക്ക് ചെയ്യാൻ എവിടെയും നിൽക്കില്ല, അങ്ങാടിയിൽ എവിടെ ഇറങ്ങാൻ നേരെ ത്രൂ വീട്ടിലേക്ക് വരും. കുട്ടികളുമായിട്ടും വൈഫുമായിട്ട് ആയിട്ടും അങ്ങനെ മാക്സിമം അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അത് നമുക്ക് ആവശ്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണത്. അത് ഭയങ്കര മെന്റലി സ്ട്രെസ് ഉണ്ടാക്കും. അപ്പൊ നല്ലൊരു ടീമിന്റെ കൂടെ വന്നു, ഇടയ്ക്കൊരു ഔട്ടിങ്, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ഇടയ്ക്ക് കൂടണം നിങ്ങൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വലിയ ചിലവൊന്നും ഇല്ലാതെ കൂടിയാൽ മതി. എന്നിട്ട് അടുത്തുള്ള ഏരിയകളിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ വീട്ടിൽ ഒരു പ്രാവശ്യം, ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ വീട്ടിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ വീട്ടിൽ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എന്നും അവർ നിലനിൽക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുക, അത്യാവശ്യം വരുമാന മാർഗങ്ങൾ, ഇൻകം പ്ലാന്, വരുമാനം എങ്ങനെ കിട്ടുന്നു, കമ്പനി എങ്ങനെ തരുന്നു, ഒരു NDOP എടുത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടീമിൽ പെർഫെക്റ്റ് ആണ്. കാരണം വിജയ് സാറിന്റെ, സുബ്രഹ്മണ്യൻ സാറിന്റെ ഒക്കെ ടീമാണുള്ളത്. അപ്പോൾ അതിനൊന്നും കുറവുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ചേർന്ന് നിർത്തി കഴിഞ്ഞാൽ ടീം നമ്മളറിയാതെ ഗ്രോത്ത് ആയിക്കോളും. ഇത്രമാത്രം ഇതിന് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ NTC വന്ന് തൊട്ട് പിറ്റേത്തെ മാസം 1.5 മാസം ആകുമ്പോഴേക്കാണ് എൻ്റെ സീലിംഗ് വരുന്നത്. NTCയിലേക്ക് തന്നെ ആളുകൾ നല്ല രീതിയിൽ സെയിൽസ് എടുത്തിട്ടുണ്ട്. കൂടുതലും ലേഡീസാണ് എൻ്റെ ബേക്ക് സൈഡിൽ. റെജിന മാഡം RTC, അവിടുന്ന് പിന്നെ നേരെ താഴെ വരുന്നത് റുക്കിയ മാഡം, അതേപോലെ താഹിറ മാഡം STC ലീഡേഴ്സാണ്. ഇപ്പം റസീന വേറൊരു STC വന്നിട്ടുണ്ട്. പിന്നെ DTCയിൽ ഉള്ളത് ആരുമില്ല. അപ്പം ZTCയിൽ ആരുമില്ല, DTC ആണ് പിന്നെ ഉള്ളത്. DTCയിൽ മാത്രമേ ആണുങ്ങളായിട്ടുള്ളൂ. അപ്പം ഇവരൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ഇവർ വീട്ടിലേക്ക് വിടും. അതിനുശേഷം പിന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ലേഡീസ് അല്ലേ. പിന്നെ ഫീൽഡിൽ മൊത്തം ഞാനാ. ഇതാണ് അവസ്ഥ. ഇപ്പൊ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, DTCയിലൊക്കെ റാങ്കിൽ ആണുങ്ങൾ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാനൊക്കെ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് 1-to-1 എത്ര കൊടുത്തിട്ടുണ്ടോ ഏകദേശം അത്രത്തോളം തന്നെ ഞാൻ ഹോം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും എൻ്റെ ടീമിൽ ഏറ്റവും കൂടുതൽ ഹോം മീറ്റിംഗ് നടത്തുന്നത് ഞാൻ തന്നെയാണ്. മീൻസ് പ്രസന്റ് ചെയ്യുന്നത്. ഒരുവിധം ഹോം മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ തന്നെ പോകും. കാരണം STC ലീഡേഴ്സ് ലേഡീസ് ആയതുകൊണ്ട് ഒരു പക്ഷേ 1-2 ആണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ലേഡീസ് പറയുന്നത് വലിയൊരു വില കൊടുത്തോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഹോം മീറ്റിങ്ങുകളിലും ഞാനിപ്പോഴും പോകാറുണ്ട്. സ്ഥിരമായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ടീമിലൊക്കെ TC മുതൽക്ക് ഒരു റൂബിക്ക് മേലോട്ടൊക്കെ പ്രസന്റേഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ടീമിൽ ഒരു സ്റ്റാർ റൂബിയൊക്കെ ആയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ MC ചെയ്തിട്ടുള്ള മാഡം റൂബിയാണെന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞത്. അപ്പം റൂബി റാങ്കിൽ ഞാൻ പ്രസന്റേഷൻ GTSൽ പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം റാങ്കൊന്നും ഇതിനൊരു കാര്യമില്ല. ആവുന്ന രീതിയിൽ പ്രസന്റേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ റൂബി എന്ന് പറഞ്ഞത് റൂബിക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല, തുടക്കക്കാർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളൊരു 4 വർഷം കേട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വെച്ച് പറയണമെന്നില്ല ഹോം മീറ്റിംഗിൽ. ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റുകൾ എന്തിനെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ജീവിതശൈലി രോഗങ്ങളും അത് മൂലം നമുക്ക് വരാൻ പോകുന്ന പ്രയാസങ്ങളും അതിന് സൊല്യൂഷൻ ആയിട്ടുള്ള നമ്മളെ വെൽനസ് പ്രൊഡക്റ്റുകളും, അങ്ങനെ വെൽനസ് പ്രൊഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണെന്നുള്ളതും, അങ്ങനെ അതിനെക്കുറിച്ച് നമ്മളെ കമ്പനിയിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം ബിസിനസ് പ്ലാനും പറഞ്ഞു കഴിഞ്ഞിട്ട് മെല്ലെ എന്ത് ചെയ്യാം, ഹോം മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ ലെവലിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവാണ്. പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഓക്കെ. പല ആളുകളും ഹോം മീറ്റിംഗ് ലീഡേഴ്സ് പറയുന്ന സമയത്ത് മടിച്ചിരിക്കാറുണ്ട്. സാർ ഇപ്പം വേണ്ട, ഈ ആഴ്ച വേണ്ട. ഒരുപാട് ആളുകൾക്ക് പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അടുത്ത ആഴ്ച ആവട്ടെ, 2 ആഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം ആക്കാം എന്ന് പറയാറുണ്ട്. അവർക്ക് കോൺഫിഡൻ്റ് ഇല്ല. അവർ വിചാരിക്കുന്നത് ഒരുപാട് ആളുകളെ വിളിച്ച്
ഒരു 50 ആളോ 100 ആളോ വെച്ചിട്ടാണ് ഹോം മീറ്റിംഗ് നടത്തേണ്ടത്. ഒരിക്കലുമല്ല. എഫക്റ്റീവായിട്ടുള്ള ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10-ൽ താഴെ ആളുകൾ. 20 ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഫോളോ അപ്പ് ചെയ്യാനും അവരെ കൈകാര്യം ചെയ്യാനും ഒരു പക്ഷേ കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 2 ഹോം മീറ്റിംഗ് ആയിട്ട് നടത്തിക്കൊള്ളുന്ന എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പങ്കെടുത്ത ഹോം മീറ്റിങ്ങുകളിലൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് 5, 6, 7, 8, 10 ആൾ വരെയുള്ള ഹോം മീറ്റിങ്ങുകളാണ്. കാരണം അതിനുശേഷം അവരായിട്ട് സംസാരിക്കാനും കൂടിയിരുന്ന് ചായ കഴിക്കുന്ന സമയത്ത് അവരുമായിട്ട് പരിചയപ്പെടാനും അവരെ മേഖല എന്താണെന്ന് അറിയാനും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ആളുകളുമായിട്ട് ഹോം മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകരുത്. ഞങ്ങളുടെ ടീമിലൊക്കെ ഉള്ള സിസ്റ്റം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളും ചെയ്യുന്നത്. ഹോം മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടേ ചായ കൊടുക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് അതിനിടയ്ക്ക് കൊടുക്കാൻ പാടില്ല. വരുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്തു കളയണം. പിന്നെ ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ആളുകൾക്ക് പോലും വെള്ളം കൊടുക്കരുത്. ഒരാൾ വരുന്ന 2-3 ആൾ എണീറ്റ് അവർക്ക് കസേര ഇടാനും അവരെ ഇങ്ങോട്ട് നിർത്താനും അങ്ങോട്ട് ഇരുത്താനും ഒന്നും നിൽക്കരുത്. ബാക്കിൽ കസേര അട്ടിക്കിട്ടേക്കാം. ഉണ്ടെങ്കിലും കസേര വാടകയ്ക്ക് എടുക്കരുത്. ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ച് കാര്യം ഇപ്പോൾ എന്നോട് പറയാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമെങ്കിലും കുറച്ച് പുതിയ ആളുകൾക്ക് കേട്ടാൽ ഗുണമാവുമെന്ന് തോന്നിയിട്ടും. നിങ്ങളൊരു 20 പേരെ നിങ്ങൾ ഹോം മീറ്റിങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വരാൻ പോകുന്ന 10-ൽ താഴെ ആളുകൾ മാത്രം. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാകും. ഒരു പക്ഷേ 4-5 വരെ ഉണ്ടാവും. നിങ്ങൾ പ്രയാസപ്പെടേണ്ട. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഈ ഹോം മീറ്റിങ്ങിലുള്ള ഒരാളായിട്ട് നിങ്ങൾ കണ്ടോളൂ. അത്രയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 20 ആൾ വരും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും അതിനുള്ള കസേര നിങ്ങൾ വാടക എടുക്കാൻ പാടില്ല. തൊട്ട അയൽവക്കത്ത് 1-2 വീട്ടിലൊരു 2-3 കസേര വീതം ഒന്ന് ചോദിച്ചു വെച്ചേക്കാം. ആവശ്യമുണ്ട് എടുക്കുമെന്ന് അറിയാം. അവിടെ ഒന്ന് കൊലയിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞേക്കാം. ആവശ്യമുണ്ട് എടുത്താൽ മതി. അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ബാക്കിൽ അട്ടിച്ച് വെച്ചേക്കാം. നിരത്തി വെക്കണ്ട. വന്ന ആളുകൾ വരുന്ന ആളുകൾ കസേര എടുത്ത് അവിടെ ഇരുന്നോളും. ഓക്കെ. വീട്ടുകാർ പോലും അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കുക, കടി ഉണ്ടാക്കുക, ഈ പരിപാടി ചെയ്യരുത്. വീട്ടിലുള്ള ലേഡി പോലും അവിടെ വന്ന് ഇരിക്കണം. ആ ക്ലാസ് കേൾക്കണം. ക്ലാസ്സിനാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ചായക്കല്ല ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഈ ലീഡേഴ്സ് ഇല്ലേ മീറ്റിംഗ് എടുക്കാൻ വരുന്നത്, അവരൊന്നും നിങ്ങളെ ചായ കണ്ടുവരുന്നതല്ല. ഈ വരുന്ന ആളുകൾക്ക് ഈ ബിസിനസ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വരുന്നതാണ്. അത് ലഘുവായിട്ടുള്ള ചായ കടികൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു കഷ്ടപ്പെട്ട ഒരു സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന, രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ നിങ്ങൾ ഈ വലിയ രീതിയിലുള്ള ആർഭാട ഹോം മീറ്റിങ്ങുകൾ നടത്താൻ സാധിച്ചോളണമെന്നില്ല. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ വന്ന ആളുകൾ നിങ്ങളിരുന്ന് അപ്ലൈൻ ലീഡർ, തൊട്ട അപ്ലൈൻ ലീഡർ നേരത്തെ എത്തണം. പറ്റുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരണം. അപ്ലൈൻ ലീഡർ എന്തിനാണെന്നറിയോ? അവിടെ വരുന്ന ലേഡീസുമായിട്ടൊന്ന് സംസാരിച്ച് ഭർത്താവിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഈ വൈഫും കൂടെ വരുന്ന സമയത്ത് ഏറ്റവും ഉഷാറായിരിക്കും. ഞാൻ ഒരു സമയത്തൊക്കെ എൻ്റെ വൈഫുമായിട്ടായിരുന്നു ഹോം മീറ്റിങ്ങിന് അധികം പോകാറുള്ളത്. പിന്നെ അവൾ TTC ട്രെയിനിങ്ങിന് പോയി സ്കൂളിൽ കയറി. പിന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞു, ഇപ്പോൾ റെസ്റ്റിലാണ്. ഇനി എൻ്റെ കൂടെ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. TC റാങ്കാണ് എന്നോ. പിന്നെ അതിന് ശേഷം കാര്യമായിട്ടൊന്നും ചെയ്തില്ല. എനിവേ, അപ്പോൾ അങ്ങനെ ഒരു ഹോം മീറ്റിംഗ് സക്സസ് ആയി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 4-5 ഹോം മീറ്റിംഗ് നടക്കുമ്പോഴേക്കും എന്തായിരിക്കും, നിങ്ങൾക്ക് ടീം ലൈവ് ആവും. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അവർക്ക് ഇതിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ ശരിക്കും ഒന്നുമില്ല. പ്രവാസം, എൻ്റെ മെനിയാന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചതാണ്. ഗൾഫിൽ പോയിട്ട് ട്രാൻസ്പോർട്ട് മേഖലയായിരുന്നു, ടാക്സി ഓടിക്കായിരുന്നു ആള്. ഞങ്ങൾ ഒന്നിച്ചവിടെ ഉണ്ടായിരുന്നു. അവൻ വേറെ മേഖല, ഞാൻ വേറെ മേഖല. അന്ന് എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ എന്നോട് പറയാണ്, ഇപ്പം ഓട്ടോ ഒക്കെ വളരെ കുറവാണ്. കാരണം ഓൺലൈൻ ഓട്ടങ്ങളാണ് ഉള്ളത്. ഈ ഊബർ, കരീമി എന്നൊക്കെ പറയുന്ന ഓരോ ട്രിപ്പുകളാണ്. വളരെ ചെറിയ പൈസക്കാണ് പോകുന്നത്. ഗൾഫിലുള്ള ആളുകൾക്ക് ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് പരിചയം ഉണ്ടാവും. മുമ്പത്തെ പോലെ അല്ല. മുമ്പൊക്കെ നല്ല പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വന്ന് നാട്ടിൽ മുമ്പ് ബസ് പോയ ആളാ, ഇപ്പം ബസ് പോവുക. എന്നോട് പറയാണ്, ബസ് പോക്ക് നടക്കൂല, മുമ്പത്തെ പോലെ അല്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഭയങ്കര അലവാണ്. പിന്നെ അതിന് മാത്രം വലിയ കളക്ഷൻ ഇല്ല. ഉച്ച സമയത്തൊക്കെ വെറുതെ ഓടുക. രാവിലെയും വൈകുന്നേരം 2 ട്രിപ്പിന് മാത്രമേ ആളുള്ളൂ. അപ്പം ഭയങ്കര ശാരീരിക പ്രശ്നങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു, നമുക്ക് ഇരിക്കാം, കാണാം, ബിസിനസിനെ കുറിച്ച് പറയണം. ഇപ്പോൾ വ്യാഴാഴ്ച താമരശ്ശേരി GT സെൻറ്ററിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രവാസ മേഖല പ്രശ്നമാണ്, ട്രാൻസ്പോർട്ടിംഗ് മേഖല പ്രശ്നമാണ്. അവിടെ നമ്മൾ 2 പാഠം പഠിച്ചു. ഒന്ന്, പ്രവാസ മേഖല പ്രതിസന്ധിയിലായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. 2, ട്രാൻസ്പോർട്ടിംഗ് മേഖല പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ട്രഡീഷണൽ ബിസിനസ്സുകൾ, കച്ചവടക്കാർ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പ്രയാസത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മേഖലകൾ. എൻ്റെ ഒരു സുഹൃത്ത് ചെരുപ്പിൻ്റെ കട നടത്തുന്ന ആൾ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ആ ഷോപ്പ് പൂട്ടുന്നതിൻ്റെ 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ലെതർ ചെരുപ്പുകൾ 6 മാസം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും, പൊളിയാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ അത് പിന്നെ ഓഫറിലാണ് കൊടുക്കുന്നത്. ഓഫർ എങ്ങനെയാണ്? വാങ്ങിച്ച വിലനേക്കാൾ കുറച്ചിട്ട് ഓഫറിൽ കൊടുക്കുന്നത്. അങ്ങനെ വിറ്റ് ഒഴിവാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കച്ചവട മേഖല. ഒരു ഗൾഫുകാരന് ചിന്തിക്കുന്ന കാര്യം, നാട്ടിൽ എനിക്കൊരു 15,000 20,000 രൂപ കിട്ടുകയാണെങ്കിൽ ഗൾഫ് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ ലീവിന് വന്ന ആളുകളുണ്ട്. നിങ്ങൾ അവരെ കാണണം. ഒരു പക്ഷേ ഈ പ്രാവശ്യം കൂടെ അദ്ദേഹം തിരിച്ചു പോയിക്കോട്ടെ, പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് ID രജിസ്റ്റർ ചെയ്ത് വൈഫിനെ കൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. അദ്ദേഹത്തോട് പറയണം, സാർ, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നാട്ടിലൊരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് വേണം.
പറ്റിയാൽ നിങ്ങൾക്ക് ഗൾഫ് ഒഴിവാക്കണം. വേണ്ടേ? ഇത്ര കാലമായി നിങ്ങൾ കുടുംബത്തിനെ വിട്ടിട്ട് ഇങ്ങനെ പ്രവാസ മേഖലയിൽ പോയി നിൽക്കുന്നു. ഇവിടെ ഈ നാട്ടിൽ നിങ്ങൾ വേറെ എന്ത് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് ബിസിനസ്സാണ് സേഫ്? ഏത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് പണം നഷ്ടപ്പെടാതിരിക്കുക? ഏതിലാണ് റിട്ടേൺ കിട്ടുന്നുള്ളത്? ഒന്നുമില്ല. ഇത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ലീഡേഴ്സ് പറയുന്നുണ്ടെങ്കിൽ ഇത് വാക്ക് വായ കൊണ്ട് മാത്രം ആവരുത്, പ്രവൃത്തി കൊണ്ടാവണം. അതാണ് എൻ്റെ മെയിൻ. ഞാൻ എൻ്റെ കൂടെ വരുന്ന ആളോട് പറയാ, ഓക്കെ നീ ധൈര്യമായിട്ട് ഇറങ്ങി ഫുൾ ടൈം ആയിട്ട് നമുക്കിത് ചെയ്യാം, ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ വാക്കിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാവില്ല. ഞാൻ കൂടെ വേണം, അവനെ ചേർത്ത് പിടിക്കണം, അവനെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കാര്യം പോലും കളവ് പറയരുത്. നിങ്ങൾ ഒരു അച്ചീവ്മെന്റും ഇല്ലാത്തത് പറയാൻ പാടില്ല, ഒരു വരുമാനവും ഇല്ലാത്തത് പറയാൻ പാടില്ല. കാരണം ഇതിനകത്ത് കളവ് പറയേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. ഒരു സംഗതി പോലും മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ കളവ് പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ അത് അവർക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് നിങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നതിന് തടസ്സാവും. പാടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നമ്മളെ പ്രൊഡക്റ്റ് പോലും കൊടുക്കുമ്പോൾ 100% മാറ്റി തരുമെന്ന് പറയരുത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക, കഴിച്ചാലുള്ള ഗുണങ്ങൾ, സൈഡ് എഫക്റ്റ് ഇല്ല, ഹാംഫുൾ കെമിക്കൽസ് ഇല്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സാർ കഴിച്ചു നോക്കൂ, എന്തായാലും ഗുണമുള്ളൂ, നമുക്ക് റിസൾട്ട് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കണം. വെൽനസ് ആണ്, ഫുഡ് സപ്ലിമെന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസാണ്. ശരിക്കും ഈ ബിസിനസ്, ഈ പ്രൊഡക്റ്റ് നമ്മൾ പറയില്ല മരുന്നാണെന്ന് പറയരുത്, അല്ലെ? മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റുകളാണ് എന്നാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, ഇത് അസല് മരുന്നാ, അല്ലേ? നിങ്ങൾ കോട്ടക്കൽ ആയുർവേദശാലയിൽ പോയിട്ട് രക്തശുദ്ധീകരണം നടക്കുന്ന സപ്ലിമെന്റ് മരുന്ന് വാങ്ങി നോക്കി. ഇതിനകത്തുള്ള അത്ര ഇൻഗ്രീഡിയൻ്റ് അതിനകത്തില്ല, അത്രയും ക്വാളിറ്റിയും ഇല്ല. പിന്നെ അങ്ങനെ അത് മരുന്നോ ഇത് മരുന്നല്ലാണ്ട് ആവുന്നത്. നിങ്ങൾ ചവനപ്രാശം വാങ്ങിയില്ലേ? ചവനപ്രാശം നിങ്ങൾ ഇത് ബിസിനസ്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുമ്പോൾ കണ്ണുമുട്ടി ചെയ്യരുത്. നിങ്ങൾ പഠിച്ചെന്നെ ചെയ്തോളൂ. ആ പേസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ. നമ്മളെ പേസ്റ്റും മാർക്കറ്റിലെ പേസ്റ്റും വില വ്യത്യാസം ഉണ്ടാവും? ഇല്ല. 150 ഗ്രാം ക്ലോസപ്പിന്റെ വില എത്രയാ? 136 രൂപ. നമ്മുടെ പേസ്റ്റിന് ഇപ്പൊ കഴിഞ്ഞ മാസം വരെ 130, ഇപ്പൊ 143. അതിനകത്ത് IDA നിയമപ്രകാരം വാണിംഗ് ഉണ്ട്, ഇതിൽ വാണിംഗ് ഇല്ല. ട്രൈക്ലോസാൻ ഉണ്ട്, ഇതിലില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം. 72 രൂപയാണ് 70 ഗ്രാം കോൾഗേറ്റിന്റെ വില. 2 പേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 140 ഗ്രാമേ ഉണ്ടാവും, 144 രൂപ വരും. അവിടെ നമുക്ക് 143 ഹോൾസെയിൽ റേറ്റ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. പല ഈ ആയുർവേദ ഫാർമസികളിലും ആയുർവേദ കമ്പനികളിലും മരുന്ന് കൊടുക്കുന്നത് നമ്മൾ അത്ര ഗുണമേന്മയില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത, റിസൾട്ട് ഇല്ലാത്ത മരുന്നുകളാണ്. മരുന്നെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അതിനേക്കാൾ സൂപ്പർ ക്വാളിറ്റിയുള്ള സാധനം. ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയുർവേദിക് പ്രൊപ്പറേറ്ററി മെഡിസിൻ എന്ന് പറഞ്ഞ കാറ്റഗറി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും അസല് മരുന്നാണെന്ന് നിങ്ങൾക്ക് കഴിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യം വേണം, കൊടുക്കുമ്പോൾ ബോധ്യം വേണം. പക്ഷെ സംസാരത്തിൽ എന്താണ്? സപ്ലിമെന്റ് ആണ്, ഓക്കെ, ആയുർവേദ പ്രോഡക്റ്റ് ആണ്, വെൽനെസ് ആണ്. ഇതായിരിക്കണം നിങ്ങൾ സംസാരം, നിങ്ങൾ തന്നെ കൊടുക്കണം. ഓക്കെ, ഒരുപാട് പ്രയാസമുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല. പ്രോഡക്റ്റ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല. എൻ്റെ തുടക്കകാലത്തുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. 1000, 1500, 2000, 2500 വരെ ആയിട്ടുള്ള ഒരു മാസം. ഒരു വർഷം ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു 2500 രൂപ. അത് രണ്ടാമത്തെ വർഷത്തിലേക്ക് എനിക്കത് 25,000, 50,000, 1 ലക്ഷം, 1.5 ലക്ഷത്തിന് മേലെ ശരാശരി മാസ വരുമാനം കണ്ടിന്യൂസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ എൻ്റെ പ്ലാനിങ് 2.5 ലക്ഷം പെർ മന്ത് എല്ലാ മാസവും വരുമാനം. അത് അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഒരു 4.5, 5 ലക്ഷത്തിലേക്ക് ഞാൻ എത്തിക്കും. ഇത് മൈ ലൈഫ് സ്റ്റൈലിൽ മാത്രമേ സാധിക്കൂ. നിങ്ങൾ ഒരുപാട് കമ്പനികൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ കേരളത്തിൽ ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? പഠിക്കണം. മറ്റുള്ള കമ്പനികൾ ഉണ്ട്. ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് മോശമായിരിക്കും, നല്ല വരുമാനമായിരിക്കും, അല്ലേ? അല്ലെ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, വരുമാനം വളരെ ചെറുതായിരിക്കും, സൺഫ്ലവർ പ്ലാൻ ആയിരിക്കും, അല്ലെങ്കിൽ ബൈനറി തന്നെ വ്യക്തമായിട്ടുള്ള ബിസിനസ് വോളിയം കുറവായിരിക്കും, അല്ലെ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് മൈ ലൈഫ് സ്റ്റൈലിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കമ്പനി, ഞാൻ ഒരു 10ഓളം കമ്പനികൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി, നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധം വേണ്ടേ? എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള, ഏറ്റവും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. വന്നത് ഇതൊന്നും പഠിച്ചല്ല, അറിയാതെ വന്നത്. എന്നെ അളിയൻ കൊണ്ടുവന്ന് ചേർത്തി, നിങ്ങളെ കൂട്ടുകാരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾ ചേർത്തി. പക്ഷെ വന്നതിന് ശേഷം നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എത്തിപ്പെട്ടത് കറക്റ്റ് ആണോ?
അല്ലെങ്കിൽ പെട്ടുപോയതാണോ? പെട്ടുപോയതല്ല. പെട്ടുപോയതായിരുന്നെങ്കിൽ ഞാൻ ഇനി റാങ്കിൽ എത്തൂല. എന്നെ കൊണ്ടുവന്ന ആൾ RTC അപ്പോഴും, ഞാൻ 6 മാസമായിട്ട് NTC. എന്തുകൊണ്ടാ? എൻ്റെ ലീഡർക്ക് വേണോ വേണ്ടയോ എന്നുള്ള എന്നെ സംബന്ധിച്ച് നെവർ മൈൻഡ്, എൻ്റെ വിഷയമല്ല. എനിക്കിത് വേണം. ഓക്കെ, ഞാൻ എന്നെ കൊണ്ടാവുന്നത്, ഞാൻ കൊണ്ടുവന്ന ആൾ ആദ്യം NTC ആയി. ഞാനല്ല. ഉമർ സാർ നിങ്ങൾ അറിയാൻ പറ്റും, തന്നൂർ ഉമർ ഉസ്താദ്. അദ്ദേഹം എന്നേക്കാൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ NTC ആയി. ഞാൻ വളരെ ഹാപ്പി ആയി. വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തു? ഞാൻ ഗൾഫിലേക്ക് ഒരാളെ കൊണ്ടുപോയി, എനിക്ക് 30,000 സാലറി. ഓക്കെ, ഞാൻ വന്ന 1 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നു. ഓൻ 40,000 ശമ്പളം. ഞാൻ വെറുതെ വിടുമോ? ഞാൻ മോലാളെ ചീത്ത അറിയില്ലേ? ഞാൻ നിർത്തിപ്പോരും. എനിക്ക് 30,000, ഓൻ 40,000 എങ്ങനെ കൊടുക്കാന്ന് നോക്കും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഉമർ സാർ എന്നേക്കാൾ 1 ദിവസം മുന്നേ NTC ആയി. ഞാൻ ഹാപ്പിയാണ്. കാരണം ആ ഭാഗം ഞാൻ കുറെ കൂടെ സേഫാണ്, അല്ലേ? ഇവിടെ നമ്മൾ കുട്ടികൾക്ക് റാങ്ക് കിട്ടും പോലെ എൻ്റെ മക്കള് 1ാം റാങ്ക് ആകുന്ന സമയത്ത് എനിക്ക് അഭിമാനം. അതെൻ്റെ മോളാന്ന് പറഞ്ഞ. അതേപോലെ ഇത് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ഞാൻ കൊണ്ടുവന്ന ആളാ, എൻ്റെ അസോസിയേഷനാ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു രക്ഷിതാവിന് അനുഭവിക്കുന്ന ഒരു സന്തോഷം അതിവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് വേറെ എവിടെ കിട്ടുക? കൂടെ വന്നവർക്ക് വരുമാനമായി. ഞാൻ ഗൾഫിൽ ബിസിനസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ, കൂടെയുള്ള സ്റ്റാഫിനൊക്കെ സാലറി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ 2.10 വാങ്ങിച്ചപ്പം റജീനക്ക് 1 ലക്ഷത്തിന് മേലെ മാസം വരുമാനം കിട്ടി. റുക്കിയക്കും തായറക്കും ശേഷം 70,000 മേലെ കിട്ടിയിട്ടുണ്ട്. റസീന കിട്ടിയിട്ടുണ്ട് 83,000 രൂപ. ആ സമയത്ത് അവള് STC ആയത്, അതിന് തൊട്ട് പിറ്റത്തെ മാസം. അപ്പൊ ഇങ്ങനെ അവളൊക്കെ ഒരു ഷോപ്പിൽ നിന്നത് 11,000 രൂപ ശമ്പളത്തിനാ. അവിടെ നിന്നുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഗുണം. ഇത് ഇന്ന് ആളുകൾ കളിയാക്കിക്കോട്ടെ, ഈ കളിയാക്കുന്ന ആളുകൾ നാളെ നിങ്ങളെ കൂടെ വരും. നിങ്ങൾ അവരെ എതിർക്കാൻ പോവരുത്. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക. കാരണം നിങ്ങളെ താഴെ ഐഡിയ അടിക്കാനുള്ളതാ. നിങ്ങൾ എന്തെങ്കിലും ഒരു വേണ്ടാത്ത വാക്ക് പറഞ്ഞു പോയാലേ അയാൾ മൈലേജ് ചെയ്യും, പക്ഷെ നിങ്ങളെ കൂടെ ചെയ്യില്ല. കണ്ട ആരെങ്കിലും കൂടെ പോയി ചെയ്യും. കാരണം അവന്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം അവനോട് ഞാൻ അന്ന് എന്നെ കളിയാക്കിയിട്ടുണ്ട്, അല്ല എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും, ഇല്ലേ? അതുകൊണ്ട് നിങ്ങളെ കളിയാക്കുന്ന ഒരാളെ പോലും നിങ്ങൾ തിരിച്ച് കളിയാക്കാനോ നിങ്ങൾ ദേഷ്യം പിടിക്കാനോ മുഖം കറുപ്പിക്കാനോ ഒന്നും പാടില്ല. ഒരു കാര്യം പറയാം, മറ്റേ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഇയാളെ ഞാൻ അടിക്കൂലെന്ന്. ഒരു കോമഡി സിനിമ ആണത്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് ഇയാളെ മോളെ ഇവൻ കല്യാണം കഴിക്കാൻ പോവാ. അതായത് ഭാവിയിൽ അമ്മായിപ്പനാവാനുള്ള ആകൊണ്ടാണ് അന്നേ ഇവൻ അടിക്കാതെന്നത്. അതേപോലെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നാളെ ഈ വ്യക്തി നിങ്ങളെ കൂടെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങളെ ക്ഷമയും നിങ്ങൾ ആ സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും ആ സ്നേഹത്തിൽ പുഞ്ചിരിച്ചങ്ങോട്ടേക്കുക. കുറച്ച് പ്രാവശ്യം നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശീലായിക്കോളും. ഇത്രയേ ഉള്ളൂ. കാരണം നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളും നിങ്ങളെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും നിങ്ങളെ മറ്റു കാര്യങ്ങൾ തീർക്കേണ്ടത് നിങ്ങളാ, നാട്ടുകാരല്ല, അല്ലേ? ഒരു 2,000 രൂപ വായ്പ വെച്ച് നോക്കൂ, അപ്പൊ അറിയാം തനി ഗുണം ഉണ്ടെങ്കിൽ പോലും തരൂല. അപ്പൊ അത്തരം ആളുകൾക്ക് നാളെ നിങ്ങളുടെ നാട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെ എന്തെങ്കിലും ഒരു പിരിവ് നടക്കുമ്പോൾ എല്ലാവരും 1000 കൊടുക്കുമ്പോൾ നിങ്ങൾ 2,000 എന്ന് എഴുതി കൊടുക്കണം. എൻ്റെ ഉമർ സാറിന്റെ നാട്ടിലെ പിരിവ് മുമ്പ് എടുത്തിട്ട് നാട്ടുകാർ ഓരോ നോമ്പിനും ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊടുക്കലായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുന്നേ പള്ളിന്റെ പിരിവ് വരുന്ന സമയത്ത് ഇവരടുത്ത് പറഞ്ഞു, ഉമർ സാറിന്റെ അടുത്ത് പറഞ്ഞു, പള്ളിന്റെ പണിയാണ്, അപ്പൊ ആവുന്ന രീതിയിലൊക്കെ എല്ലാവരും തരണം, എന്നെക്കൊണ്ട് ആവുന്ന. ഇപ്പൊ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി, കാറൊക്കെ എടുത്തല്ലോ, അപ്പൊ മോശമൊന്നല്ല നമ്മൾ കിട്ടുന്നത്, എന്നാലും ആവുന്നത് പോലെ മതി, ഇപ്പൊ തരണമെന്നില്ല, ഏരിയ മതി എന്നൊക്കെ പറഞ്ഞു. ഉമർ സാർ എന്താ ചെയ്തെന്നറിയോ? ഗൂഗിൾ പേ ഉണ്ടോന്ന് വെച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ തരാൻ പറഞ്ഞു, നമ്പർ കൊടുത്തു. 10,000 ട്രാൻസ്ഫർ അങ്ങ് കൊടുത്തു. ഞെട്ടിപ്പോയി. ഇതാണ് ഈ ബിസിനസ്. ഇതിൽ പ്രതികാരം ചെയ്യേണ്ടത് ഇങ്ങനെയാ, അല്ലാതെ വെറുതെ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല. ഇതിലുള്ള പ്രതികാരം റൂട്ട് ഇങ്ങനെയാ, ഇങ്ങനെ ചെയ്യാവൂ. ഇതാണ് അവർക്ക് ഉറക്കം കെടുത്തുക. പിന്നെ അവർക്ക് ഉറക്കില്ല, ടെൻഷൻ കയറി, ഈ ചെങ്ങായി ഇങ്ങനെ രക്ഷപ്പെട്ടു പോയോ എന്നുള്ള ചിന്ത വരും. ഇതാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏകദേശം സമയം അയച്ചിട്ടുണ്ട്. ഞാനൊരു അധികം സമയം എടുത്തു പോകുന്ന സംശയമുണ്ട്. എനിവേ, എനിക്ക് ഫോണിലാണ് ഞാൻ ചെയ്തത്. എല്ലാ ആളുകളെയും കാണാൻ പറ്റിയിട്ടില്ല, കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ ഗൂഗിൾ മീറ്റിലല്ല കയറാറുള്ളത്. അപ്പോൾ ഏതായാലും ഏകദേശം ഒരു 92ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 88 ആളുകൾ ഇപ്പോൾ ഉണ്ട്. വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞതിൽ. ഏതായാലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ, ഞാൻ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, വീഡിയോ ക്യാമറ ഓപ്പൺ ആവാത്ത ആളുകളുണ്ട്. പ്രവീൺ സാറൊക്കെ ട്രെയിനിന് എങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നുണ്ട്. ട്രെയിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. ഓക്കെ, മുംബൈയിലാണ് സാറേ, മുംബൈയിലാണ്, നാട്ടിലേക്ക് വരികയാണ്. ഓ ഓക്കെ, ശരി. മുംബൈയിലാണ്, നാട്ടിലേക്ക് വരിക, മംഗലാപുരം ഏകദേശം എത്താറായി. അത് ശരിയാ. ഓക്കെ,
അപ്പൊ അവിടുന്ന് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയ സമയത്ത് പുറത്തിറങ്ങിയതായിരിക്കും അല്ലേ? ആ ഇപ്പൊ സ്റ്റേഷൻ നിർത്തിയിട്ടാണ്. സ്റ്റേഷനിലല്ല, അവിടെ സിഗ്നൽ ഇട്ടായിട്ട് നിർത്തിയത് അവിടെ. ആ അങ്ങനെ അല്ലേ, ഓക്കെ. എനിവേ സാർ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കാണാം. അപ്പം താങ്ക് യു. ഏതെങ്കിലും മീറ്റിംഗ് സെന്ററിലൊക്കെ കാണുകയാണെങ്കിൽ പുഞ്ചിരിക്കണം, പരിചയപ്പെടണം. കാരണം ഈ ബിസിനസ്സിലെ വരുമാനം അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ബന്ധങ്ങളാണ്. അപ്പം ഞാനൊരു പക്ഷേ നിങ്ങളെ കണ്ട അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെയാണെങ്കിലും നിങ്ങൾ വിചാരിക്കരുത് ഇയാൾ എന്താണ് മൈൻഡ് ചെയ്യാതിരുന്നതെന്ന്. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം, പരിചയപ്പെടണം. ഞാനും സുബ്രഹ്മണ്യൻ സാറും അതേപോലെ ഒരുപാട് ആളുകൾ, നിങ്ങളുടെ ടീമിലുള്ള ഒരുപാട് ആളുകൾ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഏത് റാങ്കോ എന്ന് വന്നോ എന്നുള്ളതൊന്നും ഇതിനകത്ത് പ്രയാസമല്ല, അല്ല സോറി വിഷയമല്ല. നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് മലേഷ്യ. ഓക്കെ.